വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വള്ളിവട്ടം ഈസ്റ്റ് വാർഡിൽ 57 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചു നടപ്പിലാക്കിയ നീളംകുളം നവീകരണ പദ്ധതിക്ക് എതിരെ ഗുരുതര അഴിമതി ആരോപണം. നിർമ്മാണത്തിലെ ക്രമക്കേടുകളും പൊതുപണം ദുരുപയോഗം ചെയ്തതായും ആരോപിച്ച് പദ്ധതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വള്ളിവട്ടം ഈസ്റ്റ് വാർഡിൽ പ്രദേശവാസികൾക്ക് കുളിക്കാനും നീന്തൽ പരിശീലനത്തിനുമായി നടപ്പിലാക്കിയ നീളംകുളം നവീകരണ പദ്ധതിയാണ് ഇപ്പോൾ വിവാദത്തിലായത്. തൃശൂർ കോർപ്പറേഷന്റെ നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2022-23 കാലയളവിൽ 57,44,576 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇതിൽ കുളം നവീകരണത്തിന് 55,94,576 രൂപയും ഗേറ്റും കവാടവും നിർമ്മിക്കാൻ 1.5 ലക്ഷം രൂപയും വിനിയോഗിച്ചു. എന്നാൽ പദ്ധതി പൂർത്തിയായതിനു പിന്നാലെ തന്നെ നിർമ്മാണത്തിലെ അപാകതകൾ പ്രകടമായെന്നാണ് പരാതി. കുളത്തിന് ചുറ്റുമുള്ള ഫൗണ്ടേഷന്റെ മൺചിറകൾ ഇടിഞ്ഞു താഴുകയും നടപ്പാതയിലെ ടൈലുകൾ ഇളകി ഉപയോഗശൂന്യമാവുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. തുടർന്ന് നടപ്പാത വീണ്ടും നവീകരിച്ചെങ്കിലും അതും തകർന്നതായും ആരോപണമുണ്ട്. നവീകരണത്തിന് ശേഷം കുളത്തിലെ വെള്ളം ഗുരുതരമായി മലിനമായതായും ഇത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ കുളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും ആരോപണമുണ്ട്. പദ്ധതിക്കായി ചെലവഴിച്ച പൊതുപണത്തിന്റെ വിനിയോഗം സംബന്ധിച്ച് സമഗ്രമായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും തുക ആർക്കൊക്കെയാണ് കൈമാറിയതെന്നും എന്തിനാണ് ചെലവഴിച്ചതെന്നും പരിശോധിക്കണമെന്നും കോൺഗ്രസ് നേതാക്കളായ സാബു കണ്ടത്തിൽ, പ്രശോഭ് അശോകൻ എന്നിവർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു. പൊതുപണം ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തുന്നവർക്ക് എതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ.